എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ കാണിക്കാൻ പോകുന്നത് ഇന്ന് രാവിലത്തെ ചായ പലഹാര വിശേഷങ്ങളാണ്. അപ്പോൾ ഇന്ന് നമുക്ക് ചപ്പാത്തി വെജിറ്റബിൾ മസാല കറിയാണ്. ഈ പാക്കറ്റിൽ വരുന്നൊരു ചപ്പാത്തി ഉണ്ടല്ലോ, അതായത് ഹാഫ് കുക്കഡ് ആയിട്ട് വരുന്നത് നല്ല ചപ്പാത്തി തന്നെയാണ്. അപ്പോൾ അതാണ് നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കാൻ എടുക്കുന്നത്. പിന്നെ നമുക്ക് മിക്സ് വെജിറ്റബിൾ മസാല കറിയാണ്. ഗ്രീൻ പീസ്, അതുപോലെ ബീൻസ്, ക്യാരറ്റ്, ഉള്ളി, കിഴങ്ങ് അതൊക്കെ ചേർത്തിട്ട് തേങ്ങ കരച്ചിട്ടാണ്. നല്ലൊരു കോമ്പിനേഷനാണ് ഇത് രണ്ടും. അപ്പോൾ നമുക്ക് അതൊന്ന് കാണാം. അപ്പോൾ നമുക്കിന്ന് ഏതായാലും ഇപ്പം നേരം 6 മണി ആയിട്ടേ ഉള്ളൂ. അപ്പോൾ ഏതായാലും കറീൻ്റെ പണിയും കാര്യങ്ങളൊക്കെ നോക്കാം. അപ്പം ചപ്പാത്തി പിന്നെ വെച്ചാൽ നമുക്ക് പാക്കറ്റ് ചപ്പാത്തി ആകുമ്പോൾ പിന്നെ അധികം പണിയില്ല. അതൊന്ന് ഇങ്ങനെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു മറിച്ചോട്ട് വേവിക്കുന്ന പണിയുള്ളൂ. അപ്പോൾ കറി കുറച്ച് സമയത്തെ പണിയുണ്ടല്ലോ, അപ്പോൾ അത് ആണ് ആദ്യം നോക്കുന്നത്. അമ്മ പിന്നെ രാവിലത്തെ കുളിയൊക്കെ കഴിഞ്ഞ് വായനയിലാണ്. അപ്പോൾ ഞാനേതായാലും കറീൻ്റെ പണി നോക്കട്ടെ. അപ്പോൾ തലേ ദിവസം വെള്ളത്തിൽ കുതിർത്ത ഗ്രീൻ പീസ്, പിന്നെ അതിലേക്കല്ല പച്ചമുളക് ഉണ്ട്, പിന്നെ ബീൻസ്, ക്യാരറ്റ്, ഉള്ളി, കിഴങ്ങ് എല്ലാം ഉണ്ട്. അപ്പം ഇനി നമുക്ക് ഓരോന്ന് നന്നാക്കാം. തോലൊക്കെ ചെത്താണ്ടല്ലോ. കിഴങ്ങ്, പിന്നെ വലിയ ഉള്ളി 2 പിന്നെ 1 ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ബീൻസ് പിന്നെ ഇങ്ങനെ അവിടെ ഇതാ അവിടെ ഉണ്ട് ഏണ് ഇങ്ങോട്ട് എടുക്കണതിൻ്റെ നാര്. ഒക്കെ കഴുകിയെടുത്തു. ഇനിയിപ്പോൾ നമുക്ക് നുറുക്കലാണ്. ഓരോന്നങ്ങനെ നുറുക്കാം. ഇന്നിപ്പോൾ രാവിലെ തന്നെ ഒക്കെ ഓരോ കാര്യങ്ങളായിട്ട് ഇങ്ങനെ തുടങ്ങുകയായി. ചപ്പാത്തി വെജിറ്റബിൾ മസാലക്കറിയാണ്. ഒക്കെ ചെറിയ കഷ്ണങ്ങളായിട്ടങ്ങനെ നുറുക്കാം. നമ്മളിത് കുക്കറിലാണ് വെക്കുന്നത്, അപ്പോൾ പിന്നെ എളുപ്പം വേവൊക്കെ ചെയ്യും. എന്നാലും ഗ്രീൻ പീസൊക്കെ ഉള്ളതുകൊണ്ട് നല്ല വേവുണ്ടല്ലോ അതിന്. ഞങ്ങൾക്ക് പിന്നെ വെച്ചാൽ രാവിലെ നേരത്തെ തന്നെയാണ് 7:30 ഒക്കെ ആകുമ്പോഴേക്ക് ചായയും പലഹാരമൊക്കെ കഴിക്കും. അപ്പോൾ നേരത്തെ എണീറ്റ് ഇതൊക്കെ ചെയ്യണം. കഷ്ണങ്ങളൊക്കെ നുറുക്കി ഇവിടെ വെച്ചു. ഇനിയിപ്പോൾ നമുക്ക് കുക്കറിലിടാം. പച്ചമുളകും കൂടിയാണ്ട് കീറി ഇടാം. പിന്നെ ഇതാ ഗ്രീൻ പീസ്, ഇനിയിപ്പോൾ അത് നമുക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഒക്കെ ചേർക്കാം. പിന്നെ മല്ലിപ്പൊടി കുറച്ച് ചേർക്കുന്നുണ്ട്, മസാലക്കറി അല്ലേ. ഇനി ഇതാ ഉപ്പും ചേർക്കാം. ഇനി വെള്ളം. അപ്പോൾ ഇത് ഇനി വേവട്ടെ. അടുപ്പത്ത് വെച്ചു. നമുക്ക് തേങ്ങ ചിരകി എടുക്കാം. നമുക്ക് അരയ്ക്കാണ്ട് ഇനി അത് മിക്സീൻ്റെ ജാറിലിട്ട് തേങ്ങ മാത്രം, ഇത് പച്ചത്തേങ്ങയാണ് അത് അരയ്ക്കുന്നത്, വേറെ വറുത്തിട്ടൊന്നുമല്ല. നല്ല രസമാണ് ഇങ്ങനെ. ഒരു 5 വിസിൽ കഴിഞ്ഞ ശേഷം ഇപ്പോൾ എല്ലാ കഷ്ണങ്ങളും നല്ല പോലെ വെന്തിട്ടുണ്ടായിരിക്കും. നമ്മൾ ഗരം മസാലയും ചേർത്തിട്ടുണ്ട് കേട്ടോ ഇതിൽ, അത് ചേർത്തിട്ടുണ്ട്. പിന്നെ ഇതാ അരച്ച് വെച്ചത്, ആ പച്ചത്തേങ്ങ മാത്രം അരച്ചത് അത് ചേർക്കുകയാണ്. നല്ല രസമാണ് ഈ പച്ചത്തേങ്ങ മാത്രം അരച്ചാൽ, അതിൻ്റെ ആ ഒരു ഇളം മധുരം രസമാണ്. ഇനിയിപ്പോൾ അതിലേക്ക് നമുക്ക് കറിവേപ്പില ചേർക്കാം. ഇനിയിപ്പോൾ ദാ വെളിച്ചെണ്ണയിൽ ചെറിയ ഉള്ളി വഴറ്റിയിട്ടു. അപ്പോൾ നമ്മളെ കറി ഇവിടെ റെഡിയായി.
നല്ല കുറുകിയിട്ട് തന്നെ വന്നിട്ടുണ്ട് കറി. നല്ല ഉഗ്രൻ കറിയാണ് ഇന്നത്തെ. ഇപ്പോൾ ഉച്ചയ്ക്ക് ഊണിനുള്ളത് കൂടിയാണിത്. രാവിലെ എടുത്തു കഴിഞ്ഞാൽ നല്ല കറിയാണ്. ഇത് പിന്നെ എളുപ്പമുണ്ട് ചപ്പാത്തി. കാരണം വെച്ചാൽ ഇതിപ്പോൾ 10 എണ്ണം 50 രൂപ. അതാണ് ഇപ്പോൾ ഈ ഒരു പാക്കറ്റിന്. ഇത് നല്ല പാക്കറ്റാണ്, ഞങ്ങൾ ഇടയ്ക്കൊക്കെ വാങ്ങുന്നതാണ്. പിന്നെ ഇപ്പോൾ 2 പേർക്കുള്ള ചപ്പാത്തി എന്ന് പറഞ്ഞാൽ കുറച്ചല്ലേ വേണ്ടു. അത് ഉണ്ടാക്കുന്നതിന് ഒരു കണക്കിന് തന്നെയാണ് നല്ലത്. വലിയ തെറ്റില്ല, നല്ല ചപ്പാത്തിയാണ്. ഇപ്പോൾ ഹാഫ് കുക്കഡ് ആയതുകൊണ്ട് പിന്നെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ട് വേവിക്കേ വേണ്ടു. അതായി. ഇനി ചപ്പാത്തി നമുക്ക് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മറിച്ചിട്ട് വേവിച്ചെടുക്കാം. ഇത് എളുപ്പമുണ്ട്. ഹാഫ് കുക്കഡ് അല്ലേ, അത്യാവശ്യം നല്ല വലിപ്പമുള്ള ചപ്പാത്തിയാണ്. പൊള്ളച്ചൊക്കെ വരുന്നത് തന്നെയാണ്. ഇത് നല്ല കട്ടി കുറഞ്ഞതാണ്. ഞങ്ങൾക്ക് പിന്നെ ഇങ്ങനെ മേടിക്കുന്നതായാലും കുഴപ്പമില്ല. കാരണം വെച്ചാൽ ഇതെല്ലാം പരത്തി ഉണ്ടാക്കി ഒക്കെ വരുമ്പോഴേക്ക് സമയം ഉണ്ടാവില്ല രാവിലെയൊക്കെ. പിന്നെ ഇത് 10 എണ്ണം ഉണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് 2 പേർക്ക്, ഞങ്ങൾക്ക് ശരിക്കും 2 നേരത്തിനുണ്ടാവും. ചായ ഇവിടെ തിളച്ചു. ഇനി ചായ കഴിക്കായി. ഇത് പിന്നെ വലുതായതുകൊണ്ട് അമ്മയ്ക്ക് 2 എണ്ണം. ഇനി കറി കൊടുക്കാം. പിന്നെ നല്ല ചൂടോട് കൂടി തന്നെയാണ്. അപ്പോൾ അങ്ങനെയാണ് ഇന്നിപ്പോൾ ചപ്പാത്തി, നമ്മളെ മിക്സ് വെജിറ്റബിൾ മസാലക്കറി, മസാലക്കറി നല്ല ഉഗ്ര മസാലക്കറിയാണ്. പിന്നെ ചപ്പാത്തി അതെ, പാക്കറ്റ് ചപ്പാത്തി നല്ല ചപ്പാത്തി അത്. ഇന്നത്തെ വീഡിയോ എല്ലാം ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോ ഇടുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ വരുന്നതായിരിക്കും. ടിൽ ദെൻ ഗുഡ് ബൈ.